ബാലൻസിങ്, സമത്വം. സമത്വം യോഗ സമത്വം ഉച്യതേ, ഭഗവത്ഗീത. സമം ആയിരിക്കുക എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഇപ്പൊ ശരീരത്തെ കുറിച്ചായാലും പ്രാണനെ കുറിച്ചായാലും മനസ്സിനെ കുറിച്ചായാലും പ്രപഞ്ചത്തെ കുറിച്ചായാലും ജീവിതത്തെ കുറിച്ചായാലും ഇത് ഓർത്ത് വയ്ക്കുക. ഈ ഒരു വാക്ക്, സിസ്റ്റം ബാലൻസ്ഡ് ആണ്. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അല്ലേ? നമ്മള് ഒരു ബ്ലഡ് ടെസ്റ്റിന് പോകുന്നു വിചാരിക്കുക. അത് കഴിഞ്ഞ റിസൾട്ട് കിട്ടി. റിസൾട്ടിനകത്ത് നമ്മൾ എന്താ കാണുന്നത്? എല്ലാത്തിൻ്റെയും ഇപ്പുറത്തൊരു റേഷ്യോ കാണും. അല്ലെ? ഒരു അളവ് കാണും. 12, 18 നോർമൽ അളവാണ്. ഈ 12-ൽ നിന്ന് ഒരുപാട് താഴെ പോയാലും കുഴപ്പമാണ്, 18-നേക്കാൾ ഒരുപാട് മുകളിൽ പോയാലും കുഴപ്പമാണ്. അല്ലെ? അപ്പൊ ഇതിനിടയ്ക്ക് അത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. ശരീരത്തിന്റെ ഓരോ അവസ്ഥകളും നോക്കൂ. സോഡിയവും പൊട്ടാസ്യവും ഇത് തമ്മിലൊരു ബാലൻസിങ് ഉണ്ട്. ഈ ബാലൻസിങ് സോഡിയം കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം, പൊട്ടാസ്യം കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. നമ്മുടെ അതുപോലെ തന്നെ ശരീരത്തിനകത്തൊരു ആൽക്കലി ആസിഡ് ബാലൻസിങ് ഉണ്ട്. അല്ലേ? എന്താണ്? അമ്ലവും ക്ഷീരവും, ഈ പറയുന്ന രണ്ടും തമ്മിൽ ഒരു ബാലൻസിങ് ഉണ്ട്. ഈ ബാലൻസിങ് മാറിക്കഴിഞ്ഞ് ആസിഡ് കൂടിക്കഴിഞ്ഞ് നമുക്ക് അസിഡിറ്റി പോലുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബോഡിക്കകത്തായാലും ഈ പ്രാണനിലോ, പ്രാണൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു ബാലൻസിങ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ടെൻഷൻ വരുമ്പോൾ, ആൻസൈറ്റി വരുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ബ്രീത്തിങ്ങിന്റെ ലെവൽ മാറി ബാലൻസിങ് തെറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നല്ല ടെൻഷനായ എല്ലാ വ്യക്തികളും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവരറിയാതെ ചെയ്യുന്നതാണ്. അവർ ബ്രീത്തിനെ പിടിച്ചു വെക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മനസ്സിൽ കിടക്കുന്ന ആ ഒരു വിഷമം കാരണം അവരറിയാതെ അവർ ഇത് സ്മൂത്തായിട്ട് ഈ മൂവിങ് ഉണ്ടാവില്ല. പകരം അവരതിനെ പിടിച്ചു വെക്കും. കുറച്ചു നേരം പിടിച്ചു കഴിയുമ്പോൾ ടെൻഷൻ വരും. ടെൻഷൻ വരുമ്പോൾ ഇങ്ങനെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രാണായാമം എന്ന് പറയുന്നത് പ്രാണന്റെ ബാലൻസിങ് ആണ്. അല്ലെ? ഇനി ജീവിതത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഈ ബാലൻസിങ് എന്ന് പറയുന്നത് വേറൊരു വലിയ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഫൈനാൻസ്, അതിനകത്ത് ഇൻകവും എക്സ്പെൻസും തമ്മിൽ ബാലൻസിങ് വേണം. അല്ലെ? ഇൻകവും എക്സ്പെൻസും തമ്മിൽ ബാലൻസിങ് ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം തെറ്റും. ഇതുപോലെ ഒരു റേഷ്യോ, ബാലൻസിന്റെ റേഷ്യോ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. എപ്പോഴും 50-50 ആവണമെന്നില്ല. പക്ഷേ ഈ ബാലൻസിങ് എന്ന് പറയുന്ന സിസ്റ്റം നമ്മുടെ ഉള്ളിൽ നന്നായിട്ട് കയറിയിരിക്കുക. കാരണം ഇപ്പൊ നമ്മൾ യോഗ സിസ്റ്റത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ മിക്കവാറും ചെയ്യുന്ന ആസനങ്ങളെല്ലാം തന്നെ ബാലൻസിങ് പോസ്റ്റേഴ്സ് ആണ്. ബാലൻസിങ് പോസ്റ്റേഴ്സ് നമ്മൾ പറയാറുണ്ട്. പിന്നെ ഒരാൾ നടന്നു പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞു വീഴുകയോ, കാല് ഇടറുന്ന പോലെ തോന്നുകയോ, വീഴുന്നത് പോലെ തോന്നുകയോ ചെയ്യുമ്പോൾ അതിന് നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല. അതൊരു വലിയ രോഗത്തിന്റെ സിംറ്റമാകാൻ ചാൻസ് ഉണ്ട്. മുകളിൽ ഏതൊക്കെ ഒരു സ്റ്റെയറിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ തല തെറ്റുക, വീഴാൻ പോകുന്നത് പോലെ തോന്നുക, ഇതൊക്കെ വാസ്തവത്തില് നമ്മുടെ ശരീരത്തിനകത്ത് മസ്തിഷ്കത്തിലെ സെറിബെല്ലമാണ് നമ്മളെ ബാലൻസിങ് ചെയ്യുന്നത്. അതിന്റെ കൺട്രോൾ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ സെറിബെല്ലം എന്ന് പറയുന്ന ഏരിയയിലാണ്. അവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ട്യൂമർ പോലുള്ള ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സിംറ്റമാണ് പലപ്പോഴും ഇങ്ങനെ ആയിട്ട് വരിക. അത് നമ്മുടെ പെരുമാറ്റത്തിൽ ചിലപ്പോൾ ഈ ഇത് കാരണം മാറ്റം വരും. അതുവരെ ഇല്ലാത്ത രീതിയിൽ ചില സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പെരുമാറും. അതിനൊക്കെ കാരണം ഇവിടെ വന്ന് വരുന്ന ചില മാറ്റങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് മദ്യപിക്കുന്ന വ്യക്തികളുടെ ബാലൻസിങ് തെറ്റുന്നത്. അല്ലേ? അടിയടി പോകുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ അടിയടി പോകാൻ കാരണം എന്ന് വെച്ചാൽ ഈ സെറിബെല്ലത്തിലെ അത് ബാധിച്ചു. അതുകൊണ്ടാണ് താൽക്കാലിക. അതൊരു നാവ് കുഴയുന്ന കണ്ടിട്ടില്ലേ? നാവ് കുഴയുന്നതിന് കാരണവും സെറിബെല്ലത്തിൽ നിന്നുള്ള ഫങ്ഷനെ ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു തത്വം നിങ്ങൾ ഇന്ന് ഓർമ്മിച്ച് വെക്കുക. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും എന്ത് കാര്യത്തിനകത്ത് നോക്കുക, സിസ്റ്റം നിൽക്കുന്നത് ബാലൻസിങ്. ആ ബാലൻസിങ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അതില്ലാതെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഭൂമിയും സൂര്യനും തമ്മിൽ ഇതേ അളവിലിങ്ങനെ ഈ അട്രാക്ഷൻ തമ്മിലുള്ള ആ കണക്കിനകത്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കുറെ കൂടെ അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളൊന്നും പിന്നെ ഉണ്ടാവില്ല. അല്ലെ? ആ ബാലൻസിങ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിന് പകരം ഈ കുറച്ച് ദിവസം അതിന്റെ അടുത്ത് പോയിട്ട് കുറെ കൂടെ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് കാണാം. കുറെ നാളായിട്ട് ചുറ്റിയല്ലേ ഇങ്ങനെയാണ്. ആരാണ് ഈ
നമുക്ക് ഈ ലൈറ്റൊക്കെ തരുന്ന ആളെ കുറച്ചുകൂടെ ഒന്ന് നേരിട്ട് കാണാമെന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത് പോയാൽ മതി. ഇതെല്ലാം വെള്ളപ്പൊക്കം വന്ന് പോളാർ ഏരിയാസിലുള്ള മഞ്ഞെല്ലാം ഒരുങ്ങി നമ്മളെല്ലാം വെള്ളത്തിലായി തീരും. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല, എന്തുകൊണ്ട് ആ സിസ്റ്റം സംഭവിക്കുന്നില്ല, ആരാണത് കൺട്രോൾ ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉത്തരവില്ല. പക്ഷേ ഈ ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരോ കുഞ്ഞു കാര്യങ്ങളിൽ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.